എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ലവിലേക്ക് സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതി ഡോക്ടർ കെ മുരളീധരൻ നായർ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. സാർ, ഇന്ന് നമുക്ക് 2-3 ചോദ്യങ്ങൾ വെച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് കൃത്യമായ മറുപടിക്ക് വേണ്ടി ആളുകൾ, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വീട് നിർമ്മിച്ച് കഴിഞ്ഞു. ചില ആളുകൾ വീട് ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് ആളുകൾ പുറത്ത് വരുമ്പോൾ അവർക്ക് തന്നെ ഉപയോഗിക്കാൻ കൊടുക്കാനും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പുറത്ത് ടോയ്ലറ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്രമീകരിക്കുമ്പോൾ വീടിൻ്റെ അതിർത്തി മതിലിനോട് ചേർന്നുള്ള കോർണറിൽ വരാമോ, മതിലിനോട് ചേർന്നുകൊണ്ട് ടോയ്ലറ്റ് നിർമ്മിക്കാമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക ദിശകളിൽ ക്രമീകരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ കരുതൽ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും കരുതലുണ്ടോ? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സാധാരണ ഇപ്പോഴേ ഈ പുറത്തെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒരു ബാത്റൂം ഒരുപാട് ആൾക്കാർ അത് പണിയുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അതിന് മെയിനായിട്ട് ആൾക്കാർ ഇപ്പോൾ പരിപാലിക്കുന്നത് ഒരു മരണപ്പെട്ട ഒരു വീട്ടിൽ നമ്മൾ പോയിട്ട് മരണ വീട്ടിൽ പോയിട്ട് വരികയാണ്. നേരെ ഡയറക്റ്റായിട്ട് ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ കയറി പോകുമായിരിക്കാം, പഴയ ആൾക്കാർ ഡയറക്റ്റായിട്ട് വീട്ടിൽ കയറി വരില്ല. അവർ പുറത്തെ ബാത്റൂമിൽ കുളിച്ച ശേഷമേ വീട്ടിനകത്ത് കയറുള്ളൂ. അത് പണ്ട് പോലെയുള്ള ഒരു ഹിന്ദു ആചാരമാണ്. അല്ല ഡയറക്റ്റായിട്ട് മരണ വീട്ടിൽ പോയിട്ട് നേരെ വീട്ടിനകത്ത് കയറിയിട്ട് വീട്ടിനകത്തുള്ള ബാത്റൂമിൽ കുളിക്കാറില്ല. ഇപ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുളിക്കുമായിരിക്കും. അല്ല, അതിനുപരി നമ്മൾ ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു നിന്ന് വസ്ത്രമൊക്കെ ബാത്റൂമിന്റെ അനിവാര്യത ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂം വരുന്നത് നല്ലത് തന്നെയാണ്, ഏതുകൊണ്ടും നല്ലത് തന്നെയാണ്. അത് നമ്മുടെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ 4 മൂലകളും ചേർത്തെടുക്കരുത്. മൂലയിൽ നിന്ന് കുറച്ച് ഒരു 5 അടിയെങ്കിലും മിനിമം മാറിയിട്ടേ എടുക്കാമല്ലോ. തെക്ക് കിഴക്കേ മൂലഭാഗം ഒരിക്കലും എടുക്കാൻ പറ്റില്ല. വടക്കിഴക്കേ മൂലഭാഗം മൂല ചേർക്കാതെ കുറച്ച് 5 അടി മാറിയിട്ട് എടുക്കണം. മൂലകൾ ചേർത്തെടുക്കരുത്. പിന്നെ ടോയ്ലറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ടോയ്ലറ്റ് മൂല കൊണ്ട് ചെയ്യണം ഒരിക്കലും പാടില്ല. അപ്പോൾ പുറത്തെ പിന്നെ എനിക്ക് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സാർ ഞങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വടക്ക് ഇങ്ങനെ പോയിട്ട് സ്റ്റെയർ കേസ് ചരിഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ അടിഭാഗത്ത് ഉൾക്കൊള്ളിച്ച് ചെയ്യുന്ന നിയമ തടസ്സമുണ്ടോ? അപ്പോൾ ആ പ്ലിന്ത് ഏരിയയ്ക്ക് അകത്താണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിന് തടസ്സമില്ല. അത് വരേണ്ട ഭാഗത്താണെങ്കിൽ ചെയ്യുന്ന തടസ്സമില്ല. എന്തായിരുന്നാലും ഒരു വീടിൻ്റെ സംബന്ധമായിട്ട് പുറത്ത് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂം വരുന്നത് നല്ലത് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മരണകാര്യങ്ങളും സംബന്ധമായിട്ട് ഒരിട്ട് പോയിട്ട് വരണമെങ്കിൽ അവിടെ നിന്ന് കുളിച്ചിട്ട് വീട്ടിനകത്തേക്ക് ഇറങ്ങുന്നത് പണ്ടുകാലമുള്ള ആചാരമാണ്. അതിപ്പോഴും കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല, നല്ലത് എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമുള്ളത്. പിന്നെ വീടിൻ്റെ അകത്ത് നമുക്ക് പുറത്തേക്ക് ടോയ്ലറ്റ് വേണമെങ്കിൽ മൂലകൾ ചേർക്കാതെ മൂലത്തിൽ 5 അടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ചെയ്യാം. നമ്മുടെ ചുറ്റുമതിൽ നമ്മൾ കെട്ടിയ മതിലാണ് എങ്കിൽ അതിനോട് ചേർത്ത് ടോയ്ലറ്റ് ചെയ്യുന്നതിന് നിയമ തടസ്സമില്ല, അങ്ങനെ ചെയ്യാം. തീർച്ചയായും. അപ്പോൾ അത് അങ്ങനെ മതിലിൻ്റെ കാര്യത്തിൽ നമ്മൾ ടോയ്ലറ്റ് മതിലിനോട് ചേർത്ത് വയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വരുന്ന ഈ പ്രധാന വാതിലിൽ കട്ടള സ്ഥാപിക്കുന്ന പ്രധാന വാതിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അളവിൽ വരുന്ന ഒരു സംശയമാണ്. ഏത് ദിശ, അതായത് പ്രധാന വാതിൽ വെക്കുമ്പോൾ എങ്ങോട്ട് നീക്കിയാണ് കട്ടള വെക്കേണ്ടത്, അതിൻ്റെ തള്ളൽ എന്തുമാത്രമായിരിക്കണം എന്നുള്ളൊരു അതൊരു ഉദ്ദേശ കണക്ക് അളന്നൊക്കെ ചില കണക്ക് കണ്ടുപിടിക്കാനുണ്ട്. എങ്കിലും ഒരു ജനറലായിട്ട് പറഞ്ഞു തന്നാൽ കിഴക്ക് ദർശനം വയ്ക്കുന്നതിൻ്റെ വീടാണെന്ന് വെച്ചോളൂ. അതിൻ്റെ മദ്യം കണക്കെടുത്ത് വടക്കോട്ട് 2 അടി മാറ്റിയിട്ട് വെച്ചാൽ ഏകദേശം കണക്ക് ശരിയാകും. അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്ക് ഒരു 2 അടി എന്നുള്ള കണക്കിലേക്ക് 2 അടി മാറി മറ്റേ അവർക്ക് കറക്റ്റായിരിക്കും. ഒരു ഉദ്ദേശ കണക്കാണ് പറഞ്ഞെങ്കിൽ തന്നെയും അതിൻ്റെ സ്ഥാനമാനം കണക്കൊക്കെ അളന്നും കുറിച്ചൊക്കെ നോക്കിയിട്ട് ആൾക്കാർ വയ്ക്കാറുള്ളൂ. എന്നാൽ തന്നെ മദ്യത്തെ കൊണ്ട് നമ്മൾ വയ്ക്കാറ് കറക്റ്റ് മദ്യത്തെ ബ്രഹ്മസൂത്രം, അതായത് സൂത്രങ്ങൾ, ബ്രഹ്മസൂത്രം മാത്രമല്ല ഈ സൂത്രങ്ങൾ പാസ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് അതിനോടൊപ്പം തന്നെ ഒരു സംശയം വന്നിട്ടുള്ളത്, ഈ പ്രധാന വാതിലിന്റെ നേരെ തന്നെ മറ്റു വാതിലുകളകത്തേക്ക് ഇങ്ങനെ ക്രമീകരിക്കാം. നമ്മൾ ആരൂഢത്തിൽ അങ്ങനെ ക്രമീകരിക്കാറുണ്ട്. ഇത് പാടില്ല, തെറ്റ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും രണ്ട് രീതിയിലാണ് പ്രാക്ടിക്കലായിട്ട് കാണികൾ പോകണം. അതിനെ ഇപ്പോഴും തന്നെ ഒന്നായിട്ട് കൊണ്ടു കിടക്കാൻ ധാരാളം കേരളത്തിൽ ആൾക്കാരുണ്ട്. അത് തെറ്റാണ്. അവർ പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരിക്കലും അത് ചെയ്യരുത്. രണ്ട് ശാസ്ത്ര വഴികളിലേ പോകുള്ളൂ. പ്രാക്ടിക്കലായിട്ട് അറിവുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ തിയറി മാത്രം പറഞ്ഞു കൊടുക്കരുത്. പ്രാക്ടിക്കലായിട്ട് അറിവുള്ള ഒരുപാട് പണ്ടത്തെ ആചാര്യന്മാരെ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ ഓക്കെ അങ്ങ് ആ രീതിയിലൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയെങ്കിലും അതിനെക്കാട്ടിയും വിദഗ്ധന്മാരായ ആൾക്കാർ ഇന്നത്തെ തലമുറയിലുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഇന്നത്തെ തലമുറയുള്ള ഒരു കഴിവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ ചോദിച്ചാൽ നമുക്ക് മറുപടി ഇല്ലാത്ത അവസ്ഥ വരും.
അതുകൊണ്ട് പണ്ടത്തെ എല്ലാം അതുപോലെ വിഴുങ്ങാൻ പറ്റില്ല. ശരിയും തെറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഞാനും അവരുടെ പുതിയ ജനറേഷൻ വരുന്ന അവരുടെ കൂടെ തന്നെയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. മോഡേൺ ആർക്കിടെക്റ്റിൻ്റെ വരവോടുകൂടി വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി, കണ്ടമാനം മാറ്റം തന്നെ. ഇപ്പോൾ എന്താണ്, പണ്ട് കാലത്തൊക്കെ ഈ സെൻറ്റിമീറ്ററും കാര്യങ്ങളും ഇഞ്ചും ഒന്നും ഇല്ലാത്ത സമയത്ത് എല്ലാം കോല് കണക്കായിരുന്നു. ഇന്ന് കോല് കണക്കൊന്നുമല്ല, എല്ലാം സെൻറ്റിമീറ്റർ കണക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും കോല് കണക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അതൊക്കെ അന്നത്തെ ഒരു കണക്കും പ്രകാരം അതിന് വലിയ പ്രശസ്തി ഉണ്ടായിരുന്നു, ആ കാര്യങ്ങൾ എന്ന് ചെയ്തിരുന്നു. ഇന്ന് ആ കാലം മാറി, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യം. വാസ്തുശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിരുന്നാൽ ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി ഒരുപാട് മാറ്റം അനിവാര്യമായിട്ട് വന്നു. ആ മാറ്റത്തിന് നമ്മൾ അംഗീകരിക്കണം, അത് സത്യം തന്നെയാണ്. ഇനിയൊരു കാര്യം, നമ്മൾ ഒരാളിന് ഷെയർ കിട്ടിയ ഭൂമിയിൽ ഒരു വലിയൊരു 4 കെട്ടായിരുന്നു, 2 പേർക്ക് ഷെയർ പോയി. ആ ഷെയർ കിട്ടിയ ഭൂമിക്കകത്തൊരു വെച്ച ആരാധന ഉണ്ടല്ലോ, കുടുംബപരമായിട്ടുള്ള തെക്കതെന്ന് പറയുന്ന ആരാധന ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇടിച്ചിട്ടാണ് അദ്ദേഹം വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഭയപ്പാടൊക്കെ ഉണ്ടായി. ഇതിനിപ്പം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ഇത് ഇടിച്ചിട്ട് വീട് വെച്ചാൽ ദോഷം ഉണ്ടാകുമോ, ഈ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വീടിൻ്റെ മുകളിലേക്ക് ഈ തെക്കതിൻ്റെ സ്ഥാനം കൊടുത്താൽ അത് ദോഷകരമായി വരുമോ, അല്ലെങ്കിൽ അത് ഉചിതമാകും? ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു വിഭ്രാന്തി കൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എങ്കിലും ചോദിച്ച ക്വസ്റ്റ്യനുണ്ട് നമ്മൾ മറുപടി കൊടുക്കുക. ഞാൻ മനസ്സിലാക്കിയത് പണ്ടത്തെ പാലിയ വീടുകൾക്ക് ഈ മക്കൾക്ക് ഷെയർ കൊടുക്കും. ഇപ്പോൾ 2-3 ഷെയറിലാക്കുമ്പോഴേക്കും ഇവർക്ക് കിട്ടുന്ന ഇതെന്ന് വെച്ചാൽ 3 സെൻറ്റോ 4 സെൻറ്റോ ആയിരിക്കും വീടിൻ്റെ ഇടിച്ച ഭാഗം കിട്ടുന്നത്. അപ്പോൾ പണ്ടിരുന്ന തെക്കത് ഈ ഭാഗത്തായിരിക്കണം. അപ്പോൾ ആ തെക്കതൂടെ പൊളിച്ചിട്ടായിരിക്കും ഇവർ ഇയാൾക്ക് ഈ വീട് വയ്ക്ക് പണിത്. അങ്ങനെ അവസരം ഉണ്ടെങ്കിൽ ഒന്നാമത് അങ്ങനെ തെക്കതൊക്കെ പൊളിക്കുമ്പോൾ വിധിപ്രകാരം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അഥവാ പൊളിച്ചാണ് ഇയാൾ വീട് പണിഞ്ഞിട്ടുണ്ട്, അയാൾ താമസിക്കുന്ന വീടിൻ്റെ ഉയരെ കൊണ്ട് ഈ തെക്കത് അങ്ങനെ ഇല്ല, അത് ഒരിക്കലും തന്നെ പാടില്ല. എർത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഒരു ആരാധനാലയത്തിലേക്ക് വയ്ക്കാൻ പാടുള്ളൂ. അത് തെക്കതായിരുന്നു ചെറിയ വീട്ടിലെ പൂജാമുറി പോലും നമ്മൾ 2 നില വീടാണെങ്കിൽ താഴെയും ഉയരും താമസിക്കാൻ വേണമെങ്കിൽ താഴത്തെ നിലയിൽ തന്നെ ആയിരിക്കണം എൻ്റെ ആ സംശയം. പിന്നെ ചില ആൾക്കാർ യോഗയും കാര്യങ്ങളും ഒരുപാട് പ്രാർത്ഥിക്കാൻ ഒരു മുറി പ്രത്യേകം വലിയ മുറി വേണമെങ്കിൽ ചില ആൾക്കാർ ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കും. അല്ല, സാധാരണ രീതിയിലൊരു പൂജാമുറി നമ്മൾ കിടക്കണം 2 നില വീട് താഴെയും ഉയരം കിട്ടുകയാണെങ്കിൽ താഴെ തന്നെ ആയിരിക്കും, എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. ഫ്ലാറ്റുകൾക്ക് വേറെ നിയമമുണ്ട്. ഫ്ലാറ്റ് വെച്ചാൽ നമ്മൾ കാണുന്ന ആ ഒരു ഫ്ലാറ്റ് നമ്മുടേതാണ്, അതിനകത്ത് അതിൻ്റെ വേറെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ലാതെ നമ്മൾ 2 നില വീട് പണിയാണെങ്കിൽ 2 നില വീടിൻ്റെ താഴത്തെ നിലയിൽ തന്നെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് വീട്ടിലെ പൂജാമുറി നിൽക്കേണ്ടത്. അല്ലാതെ ഈ നേരത്തെ ചോദിച്ച പോലെ എൻ്റെ പണ്ടത്തെ എല്ലാം ഇടിച്ച് കളഞ്ഞോണ്ട് വീട് വയ്ക്കുകയാണ്, അത് ഗുണത്തിലേറെ ദോഷമാണ്. ഒരിക്കലും ആരും ചെയ്യാറില്ല. തീർച്ചയായും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായ ഒരു വാസ്തു ആചാര്യൻ്റെ ഒരു കൺസൾട്ടേഷനോട് കൂടി തന്നെ അതിലൊരു തീരുമാനം എടുക്കുക. കാരണം തീരുമാനം എടുത്ത ശേഷം ഇത്തരത്തിൽ നിങ്ങൾ ആശങ്കയും ഭയം ഒക്കെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് ഒഴിവാക്കാൻ അത് ഉപകരിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണുക. കാരണം എല്ലാ എപ്പിസോഡും നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട് വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മുടെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് മിസ്സാവരുത്, കൃത്യമായിട്ട് കാണുക. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.